വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? കുറെ നാളായാലും നമ്മളിങ്ങനെ കണ്ട് സംസാരിച്ചിട്ട്. അപ്പോൾ ഓണമൊക്കെ ആയില്ലേ? ഓണമൊക്കെ ആകുമ്പോൾ ഒഴിവാക്കാനാവാത്ത ഒരു സാധനമാണ് പായസം അല്ലേ. അപ്പൊ റെസിപ്പി ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നില്ല കേട്ടോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ മുമ്പ് ഒരു പാൽപ്പായസത്തിന്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ. പ്രഷർ കുക്കറിൽ എങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ടിപ്പാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അതായത് പാൽപ്പായസമൊക്കെ ആയാലും കൂടുതൽ പേരും ഇവിടെ കൂടുതലും പാൽപ്പായസമാണ് കേട്ടോ. അതിന് ചിലർക്ക് ശർക്കര പായസം ഉണ്ടാവും, പടപ്രഥമൻ, അതുപോലെ പരിപ്പ്, പിന്നെ ഗോതമ്പൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടാവും. അപ്പമിയോ പാലട ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ നമ്മൾ കൂടുതലും വാങ്ങിക്കുന്ന കാര്യമാണ് കണ്ടൻസ്ഡ് മിൽക്ക്. അല്ലെങ്കിൽ അതിന് പകരമായിട്ട് മിഠായി മേറ്റൊക്കെ യൂസ് ചെയ്യും. അപ്പൊ അത് 200 ഗ്രാമിന്റെ ഒരു ടിന്നിനൊക്കെ തന്നെ അത്യാവശ്യം റേറ്റ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അതൊന്നും ഇല്ലാണ്ട് വെറും ചുരുങ്ങിയ ചെലവില്ല, വെറും 15 രൂപ കൊണ്ട്. 15 രൂപ എന്ന് വെച്ചാൽ ഇന്നൊക്കെ ഇത് നിസ്സാരമാണ് അല്ലെ. 15 രൂപ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ. പക്ഷെ ടേസ്റ്റിന്റെ കാര്യത്തില് യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു കാര്യമാണ് കേട്ടോ. ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോണത് നല്ല പെർഫെക്റ്റ് ടേസ്റ്റ്, അതായത് കണ്ടൻസ് മിൽക്ക് ചേർക്കുന്ന അതേ ടേസ്റ്റ്, അതിലും കൂടുതൽ ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ടേസ്റ്റും ഉണ്ടാവും, അതുപോലെ തന്നെ ചുരുങ്ങിയ സമയവും മതി, ചുരുങ്ങിയ ചെലവുമാണ്. അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വാങ്ങിച്ചിട്ട് കാശ് കളയേണ്ട കാര്യമില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എന്താ പായസം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ, വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് വായോ കേട്ടോ. പായസം ഉണ്ടാക്കാനായിട്ട് നല്ല ചൂട് കെട്ടിയുള്ള പാത്രത്തിലേക്ക് പാലെടുക്കുക. ഇത് ഇൻസ്റ്റൻറ്റ് മിക്സ് ആയതുകൊണ്ട് ഡയറക്റ്റായിട്ട് അതിലേക്ക് മിക്സ് നമ്മൾ ചേർത്ത് കേട്ടോ. പാലട മിക്സാണ് അത്. അത്യാവശ്യം കുറുകി പായസം നമ്മൾ ഇറക്കാറാവുന്ന ടൈമിൽ ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ടേക്കാണ്. ഇനി ഒരു 1/4 കപ്പ് പാലെടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു 10 രൂപയുടെ പാൽപ്പൊടിയും 5 രൂപയുടെ ഹോർലിക്സും, ഇതാണ് നമ്മുടെ 15 രൂപയുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. ഇത് രണ്ടും പൊട്ടിച്ച് ചേർക്കാം കേട്ടോ. നമ്മൾ ചേർക്കുന്ന അളവെന്ന് പറയുന്നത് പായസത്തിൻ്റെ അളവ് നോക്കിയിട്ട് വേണം. നമ്മൾ പായസം കൂടുതൽ അളവ് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ പൊടിയുടെ അളവ് നമുക്ക് കൂടുതലെടുക്കാം കേട്ടോ. 2 പാക്കറ്റൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് ഒരു പാക്കറ്റിന് ചേർത്ത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പാല് നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പായസത്തിൽ നിന്ന് തന്നെ പാല് മാറ്റി വെക്കാം. എക്സ്ട്രാ ചേർക്കുന്നതായതുകൊണ്ടാണ് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 പിഞ്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ പായസം വീണ്ടും ഒന്നുകൂടെ തീ ഓണാക്കിയ ശേഷം അതിലേക്ക് ഈ മിക്സ് ഒഴിച്ചിട്ട് നല്ല കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ചേർത്ത പഞ്ചസാരയൊക്കെ മെൽറ്റ് ആവുന്ന വരെ ഇളക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പായസം തീ ഓഫ് ചെയ്ത് ഇറക്കി. സൂപ്പറാണ്, എനിക്കിത് ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ടേസ്റ്റ് ഇഷ്ടമാണ്. ഞാനിങ്ങനെയാണ് ചെയ്യാറ്. പായസം ഉണ്ടാക്കുമ്പോൾ പ്രാവശ്യം ചെയ്തപ്പോൾ ഭയങ്കര സക്സസ് ആയി, എല്ലാവർക്കും ഇഷ്ടമായി. അതിനുശേഷം ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. ഓക്കെ.